പത്തനംതിട്ട കടമനിട്ട സ്കൂൾ വളപ്പിലെ പഴയ കെട്ടിട ഭാഗങ്ങൾ തകർന്നു വീണു. കടമനിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പഴയ കെട്ടിട ഭാഗങ്ങളാണ് തകർന്നത്. 2 വർഷമായി ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ല. സ്കൂൾ കെട്ടിടം തകർന്നു വീണിരിക്കുന്നു. 2 വർഷമായി ഉപയോഗിക്കാത്ത കെട്ടിടമാണ്. പക്ഷെ അവിടെ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചിരുന്നോ ഇല്ലെങ്കിൽ ഈ തകർന്നത് കുട്ടികൾ സ്കൂളിൽ ഉണ്ടായിരുന്ന സമയത്താണോ, അതിന്റെ പരിസരങ്ങളിൽ കുട്ടികൾ പോകുന്നതാണോ എന്നൊക്കെയുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ആർക്കും പരിക്കുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല. പക്ഷേ ഇത് എന്തുകൊണ്ട് ആ കെട്ടിടം അവിടെ നിർത്തി എന്നുള്ളൊരു ചോദ്യം നിർത്തുന്നു. മാത്രമല്ല ഇതിന്റെ ഉത്തരവാദി ആരാണ് എന്നുള്ളത് കൂടി ഉണ്ട്. നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? രാത്രി ആയതുകൊണ്ട് തന്നെ ആളുകൾ ഉണ്ടാവില്ല എന്ന് കരുതുന്നു. പക്ഷെ കുട്ടികൾ പെരുമാറുന്ന സ്ഥലത്താണോ ഈ കെട്ടിടം ഉണ്ടായിരുന്നത്? പിന്നെ ഇന്നലെ രാത്രിയാണ് ഈ കെട്ടിടം തകർന്നു വീണത്. ഇത് 2 വർഷമായി ഉപയോഗിക്കാതെ കിടക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ ഭാഗങ്ങളാണ് ഇന്നലെ തകർന്നു വീണത്. വലിയൊരു ഭാഗം പൂർണ്ണമായും തകർന്നു വീണുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏതായാലും ഈ പ്രദേശത്തേക്ക് കുട്ടികൾക്ക് കയറുന്നതിന് സ്കൂൾ അധികൃതർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്നലത്തെ അനുഭവത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, എത്രയൊക്കെ നമ്മൾ നിയന്ത്രിച്ചാൽ പോലും ചിലപ്പോൾ കുട്ടികൾ അവിടേക്കൊക്കെ പ്രവേശിച്ചെന്ന് വരാം. അങ്ങനെ ഒരു സാഹചര്യമൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ വലിയ അപകട സാഹചര്യമാണ് നിലവിൽ ഈ സ്കൂൾ കെട്ടിടം, പഴയ സ്കൂൾ കെട്ടിടം ഇവിടെ അവശേഷിക്കുന്നത് മൂലം ഉണ്ടാകുന്നത്. അതാണ് അധികൃതർ പരിഹരിക്കാത്തതും. ഇവിടെ ജനപ്രതിനിധികളുമായി പൊളിച്ചു നീക്കാൻ എന്തായിരുന്നു തടസ്സം? കഴിഞ്ഞ നവകേരള സദസ്സിൽ പോലും ഈ കെട്ടിടം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ മന്ത്രിമാർക്ക് നൽകിയിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും ഇതുവരെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രാദേശികമായ ജനപ്രതിനിധികൾ തന്നെ പറയുന്നത്. അതിന്റെ തടസ്സം എന്താണെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത അധികൃതർ വരുത്തിയിട്ടില്ല. ഏതായാലും ആ പഴയ സ്കൂൾ കെട്ടിടം ഒരു വലിയ ബ്ലോക്കാണ്. ഏതാണ്ട് 10ഓളം ക്ലാസ് മുറികളുള്ള ഒരു വലിയ കെട്ടിടമാണ്. ആ കെട്ടിടമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. ഓടിട്ട കെട്ടിടമാണ്. ഇന്നലെ അതിന്റെ ഒരു ഭാഗം, അതിന്റെ ഏതാണ്ട് നിലവിൽ പ്രവർത്തിപ്പിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ ഭാഗത്തോട് ചേർന്ന ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ PTA-യും നാട്ടുകാരും ഒക്കെ തന്നെ ഈ വിഷയം സംബന്ധിച്ച് ഈ പഴയ കെട്ടിടം നിർത്തുന്നതിന്റെ കോട്ടയത്തെ ആശുപത്രി കെട്ടിടം തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് എത്രത്തോളം അപകടകരമാണ് അത്തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർത്തുന്നത് എന്നുള്ളത്. ഈ സ്കൂൾ കെട്ടിടത്തിന്റെ ഉത്തരവാദിത്തം, ഇത് പൊളിച്ചു നീക്കുന്നത് ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ഗവൺമെന്റ് സ്കൂളാണ്. പഞ്ചായത്തിന് ഇതിൽ പങ്കില്ലേ? തീർച്ചയായും പ്രാദേശിക ഭരണകൂടത്തിനും ഇതിൽ പങ്കുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എങ്കിൽ പോലും AEOയുടെ ഉൾപ്പെടെയുള്ള അനുമതി ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുണ്ട്. അത് നിരവധി തവണ ആ കാര്യങ്ങളൊക്കെ തന്നെ അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ്. എങ്കിൽ പോലും നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇവിടെ വിദ്യാർത്ഥികൾ പ്രവേശിക്കാതിരിക്കാനായി ചെറിയ തടിക്കഷ്ണങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ ഭാഗത്തേക്കുള്ള പ്രവേശനം പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട് എന്ന് മാത്രമാണ് ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എങ്കിൽ പോലും ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികളാണ്. അവർ ചിലപ്പോൾ പ്ലേ ഗ്രൗണ്ടൊക്കെ ഈ തകർന്നു വീഴാറായ കെട്ടിടത്തിന് തൊട്ടപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കളിക്കുന്നതിനിടയിലോ മഴ പെയ്യുമ്പോഴോ ഒക്കെ ഈ കെട്ടിടത്തിലേക്ക് കയറി നിൽക്കാനുള്ള ഒരു സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകില്ല. അങ്ങനെയെങ്കിൽ വലിയൊരു അപകട സാധ്യതയാണ് നിലവിൽ ഇപ്പോഴും ഉള്ളത് ഈ കടമനിട്ട സ്കൂളിൽ. എന്ന ഈ പഴയ കെട്ടിടത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് ഇവിടെ മിക്കവാറുമുള്ള എല്ലാ ഭാഗങ്ങളും തകർച്ചയുടെ വക്കിൽ തന്നെയാണ്. നമുക്ക് അത് നേരിട്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ചുവരുകളും മേൽക്കൂരയും ഒക്കെ തന്നെ നിലം പൊത്താറായ അവസ്ഥയിലാണ്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് തകർന്നു വീണപ്പോൾ കൃത്യമായ ഒരു പരാതി സ്കൂളിന്റെ പ്രിൻസിപ്പൽ തന്നെ അധികൃതരെ അറിയിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ നടപടി സ്വീകരിക്കാനാണ് സാധ്യത എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് തന്നെ. ശരി നന്ദുഷ.